ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സ്പോർട്സ് ഫീൽഡിൽ കളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലർ പാത്ത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? നമ്മൾ ഓടുന്നയോ സൈക്കിൾ ഓടിക്കുന്നയോ. അപ്പോൾ അവിടെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ട് സോണിയക്ക് എത്ര മിനിറ്റ് വേണമെന്ന് അറിയോ? 18 മിനിറ്റ് വേണം. ഓക്കെ, സോണിക്ക് 18 മിനിറ്റ് വേണം. അതുപോലെ തന്നെ രവിക്ക് എത്ര മിനിറ്റ് വേണമെന്ന് അറിയോ? രവിക്ക് 12 മിനിറ്റ് വേണം. ഓക്കെ, രവിക്ക് എത്ര മിനിറ്റ് വേണം? 12 മിനിറ്റ് വേണം. അതായത് ഇവിടെ ഇങ്ങനെ ഓടിയിട്ടല്ല, റൈഡ് ചെയ്തിട്ട് എത്താൻ വേണ്ടിയിട്ട് 12 മിനിറ്റ്. അപ്പോൾ ആരാണ് വേഗത്തിലെത്തുന്നത്? രവി അല്ലേ? രവിക്ക് 12 മിനിറ്റ് വേണ്ടു. സോണിക്ക് എത്ര മിനിറ്റ് വേണം? 18 മിനിറ്റ് വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സോണിയക്ക് ഒരു റൗണ്ട് അടിക്കാൻ 18 മിനിറ്റ്. രണ്ടാമതും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ സോണി എത്തണമെങ്കിൽ എത്ര മിനിറ്റ് ആവും? 18 18ഉം 36, 36. മൂന്നാമത് തന്നെ എത്രയാവും? 36ഉം 18ഉം 54 മിനിറ്റ് അല്ലേ? അതുപോലെ രവിക്ക് ഒരു റൗണ്ട് ഇങ്ങനെ ഓടിയെത്താൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ് ആവും? 12 മിനിറ്റ്. രണ്ടാമത്തെ റൗണ്ട് 24. മൂന്നാമത്തെ റൗണ്ട് 12 12 24 12 36. 36ാമത്തെ മിനിറ്റിൽ വീണ്ടും അവിടെ എത്തും അല്ലേ? പിന്നെയും ഒരു റൗണ്ട് അടിക്കാൻ 48. അപ്പോൾ ഇവർ രണ്ടുപേരും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 36, 36ാമത്തെ മിനിറ്റ് അല്ലേ? 36ാമത്തെ മിനിറ്റിൽ. ആക്ച്വലി എന്താ ഈ 36 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇത് 12ൻ്റെ മൾട്ടിപ്പിൾസാണ്. 12, 24, 36, 48. ഇതേതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 18, 36, 54 അല്ലേ? അപ്പോൾ ഇത് 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 18ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ സോണിയക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? സോണിയക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ 18 മിനിറ്റ് വേണം അല്ലേ? അതുപോലെ രവിക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മിനിറ്റ് വേണം. അവർ രണ്ടാളും എപ്പോഴാണ് ഒരുപോലെ വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടുത്തണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ LCM കണ്ടാൽ മതി അല്ലേ? 12 × 8ൻ്റെ LCM കാണാനൊക്കെ നമുക്കറിയാം. എന്താണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് LCM കണ്ടെത്താം. 12 × 8ൻ്റെ ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഇവിടെ 18ആണ്, ഇവിടെ ആരാണ്? 12ൻ്റെ അല്ലേ? 18ൽ ഏത് നമ്പർ എടുക്കും? 2 എടുക്കുക അല്ലേ? 2 18ൽ 9 ടൈംസ് പോവും. പിന്നെ 9ൽ 3 ടൈംസ് പോവും. 3ൽ 1 ടൈം. പിന്നെ 12ൻ്റെ എങ്ങനെയാണ്? അത് 2 എടുക്കാം, 6 പ്രാവശ്യം പോവും. വീണ്ടും 2 എടുക്കാം, 3 പ്രാവശ്യം പോവും. വീണ്ടും 3 എടുക്കാം, ഒറ്റ പ്രാവശ്യം പോവും. അപ്പോൾ നമുക്ക് എന്തായി? ഇതിൻ്റെ LCM കാണാം അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 ഈക്വൽ ടു prime factorization of 12 is equal to 2 into 2 into 3. Prime factorization of 18 is equal to എത്രയാണ്? 2 into 3 into 3 അല്ലേ? ഇനി നമുക്കിതിൻ്റെ LCM വേണം. LCM of 12, 18 is equal to LCM വേണം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപോലത്തെ നമ്പർ താഴെയും മേലെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ HCF. ഓക്കെ, എന്നിട്ട് ആ നമ്പറിനെ എഴുതുക. ആ നമ്പറിന് ഒറ്റ പ്രാവശ്യം എഴുതാൻ പറ്റുമേ. ഇപ്പോൾ 2 താഴെയും മേലെ ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം, 3 താഴെയും മേലെ ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. 2 into 3. നിങ്ങൾക്ക് വേറെ മെത്തേഡാണ് പഠിച്ചിട്ട് അങ്ങനെ ചെയ്തോ, പ്രശ്നമില്ല. ഇതാണ് ഈസിയെങ്കിൽ ഇത് ചെയ്തോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 into 3 6, 6 into 2 12, 12 into 3 equal to 36. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് the minimum time required to meet again at the starting point is 36 minutes. Okay,
36 മിനിറ്റ്സ്. വളരെ സിമ്പിളാണ് കേട്ടോ. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കണം. ഇവിടെ LCM ആണോ HCF ആണോ എന്നുള്ളത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഈ ഫിഗർ ഇമാജിൻ ചെയ്യണം. എന്നിട്ട് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ഈ രണ്ട് നമ്പറിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.1 ഫുൾ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 1.2 കാണാം. ഓക്കെ, അതുവരെ ബൈ ബൈ.